ഹായ് മക്കളെ, ഇതുപോലത്തെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഇത്രേ ഉള്ളൂ. 31 ഏറ്റവും അടുത്തുള്ള 3ന്റെ മൾട്ടിപ്പിൾ ഏത് എന്ന് നോക്കുക. നമുക്കറിയാം 31 ഏറ്റവും അടുത്തുള്ള 3ന്റെ മൾട്ടിപ്പിൾ അത് 30 ആണ്. സോ അതിനെ 30 പൈ പ്ലസ് പൈ ബൈ 3 എന്ന് എഴുതാം. അതായത് ഈ കാരണം ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണെങ്കിൽ 31 പൈ ബൈ 3 എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് നമുക്ക് എഴുതാൻ പറ്റും. സോ 30 പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് സൈൻ ഓഫ് 30 പൈ ബൈ 3 എന്നാൽ 10 പൈ ആണ്. 10 പൈ പ്ലസ് പൈ ബൈ 3 എന്ന് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൈന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഉത്തരം ചേഞ്ച് ചെയ്യില്ല. അതായത് ഈ കാണുന്ന ഉത്തരം എന്താണോ അത് തന്നെ ഇവിടെ വരും സൈൻ. ഇനി 10 പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 പൈ, ഇവിടെ 1 പൈ, ഇവിടെ 2 പൈ, ഇവിടെ 3 പൈ, ഇവിടെ 4 പൈ. അപ്പൊ ഈ കാണുന്ന സൈഡിലാണ് ഈവൻ പൈകളൊക്കെ വരിക. ഈവൻ നമ്പർ പൈകളൊക്കെ ഇവിടെ വരും. സോ 10 പൈ എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. 10 പൈ പ്ലസ് ആയതുകൊണ്ട് 10 പൈ പ്ലസ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്. പ്ലസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇത് ക്ലോക്ക് നടക്കുന്ന ഡയറക്ഷൻ. സോ 10 പൈ പ്ലസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. ക്വാഡ്രന്റ് 1. ക്വാഡ്രന്റ് 1 എല്ലാം പോസിറ്റീവ് ആണ്. സോ ഇതും പോസിറ്റീവ് ആണ്. സോ സൈൻ പൈ ബൈ 3. സൈൻ പൈ ബൈ 3 സൈൻ 60 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √3/2 ആണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ. അങ്ങനെയാണെങ്കിൽ ടാൻ 19 പൈ ബൈ 3 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ എത്ര എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.